വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം. മെയ് 2-ന് നടക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായതോടെ തുറമുഖ മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്നും ക്ഷണക്കത്ത് നൽകി. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണെന്ന് കത്തിൽ പ്രതിപാദിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറയുന്ന 4ാം വാർഷികാഘോഷ പരിപാടികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുകയാണ്. ഈ ഭരണ നേട്ടങ്ങളുടെ ഭാഗമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗും സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ വാർഷികാഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായതിനാൽ പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായ ക്ഷണമില്ല എന്ന വിശദീകരണമായിരുന്നു തുടക്കത്തിൽ തുറമുഖ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പോലുള്ള വൻകിട പദ്ധതി മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകളുടെ നിരന്തര ശ്രമഫലമായാണ് പൂർത്തിയാകുന്നത്. അതിനാൽ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം പിണറായി സർക്കാരിന് മാത്രമായി അവകാശപ്പെടാനാകില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് മുടങ്ങിക്കിടന്ന പദ്ധതിക്ക് തുടക്കമിടുന്നതും നിർമ്മാണ ചുമതല അദാനി ഗ്രൂപ്പിന് നൽകുന്നതും. തുറമുഖ നിർമ്മാണത്തിന് തുടക്കമിടാൻ കഠിനാധ്വാനം നടത്തിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതിനാൽ ഇടതു സർക്കാരിന്റെ മാത്രം ഭരണ നേട്ടമായി വിഴിഞ്ഞം തുറമുഖത്തെ ഉയർത്തിക്കാട്ടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ കടുത്ത വിയോജിപ്പും വിമർശനവുമായിരുന്നു UDF നേതാക്കൾ ഉയർത്തിയിരുന്നത്. സ്ഥലം MPയും MLAയും എന്ന നിലയിൽ ശശി തരൂരിനും M വിൻസെന്റിനും മാത്രമാണ് ക്ഷണമുണ്ടായിരുന്നത്. 4ാം വാർഷികത്തിൽ എന്ന് മുതലാണ് BJPയുടെ നേതാവും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ ക്ഷണമെത്തി. തുറമുഖ മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്നാണ് ക്ഷണക്കത്ത്. പങ്കെടുക്കുന്നവരുടെ കാര്യങ്ങളിൽ തിങ്കളാഴ്ചയാണ് അന്തിമ തീരുമാനമായതെന്നാണ് മന്ത്രി നൽകുന്ന വിശദീകരണം. എന്നാൽ ക്ഷണക്കത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണെന്ന് പ്രതിപാദിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മെയ് 2-നാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.